രണ്ട് മനുഷ്യർ സഹാറ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. റോഡില്ല, ചുറ്റും മറ്റടയാളങ്ങളില്ല, ആരെയും ബന്ധപ്പെടാൻ ഫോൺ സിഗ്നൽ ഇല്ല. നോക്കുന്നിടത്തെല്ലാം ചുട്ടുപഴുക്കുന്ന മണൽ കൂനകളും തലക്കുമുകളിൽ 50 ഡിഗ്രിയിൽ കൂടുതൽ ചൂടിൽ കത്തിയൊരുകുന്ന സൂര്യനും. ഇത് ആടുജീവിതം സിനിമയിലെ ഒരു സീനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത് ഈ കഴിഞ്ഞ മാസം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിലല്ല, അങ്ങ് സഹാറയിൽ, ആഫ്രിക്കയിൽ. ലോകം കൂടുതൽ ബന്ധിതമായി ചുരുങ്ങി വരുന്ന ഈ കാലത്ത് പണ്ടത്തേതുപോലെ മരുഭൂമികൾ താണ്ടി ജോലി അന്വേഷിച്ചു പോകുന്നവർ ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. ആ കഥയാണ് ഇന്ന് പറയുന്നത്. നിജർ എന്ന രാജ്യത്തിന്റെ കഥ. ആ രണ്ടു പേരുടെ പേരുകൾ മുഹമ്മദ് ബഷീർ സുലെ, ഇസ ഒമർ. വെള്ളം തേടി തുറന്ന മരുഭൂമിയിലൂടെ 50 കിലോമീറ്ററിലധികം അവർ കാൽനടയായി നടന്നു. പിന്നെ അടുത്തുള്ള പട്ടണത്തിലെത്തി വിവരം അറിയിക്കാൻ വീണ്ടും നടന്നു. രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴേക്കും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ഒന്ന് മാത്രം. ആ രണ്ടുപേരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 49 പേർക്കുമായി കൂട്ടക്കുഴിമാടങ്ങൾ തയ്യാറാക്കുക. അവരുടെ കൂടെ അവർ സഞ്ചരിച്ചിരുന്ന ട്രക്കിനടുത്തെത്തിയ രക്ഷാപ്രവർത്തകർ കണ്ടത് ട്രക്കിനടിയിലും ചുറ്റുമായി ചിതറിക്കിടക്കുന്ന 49 മൃതദേഹങ്ങൾ. വസ്ത്രങ്ങൾ, ബാഗുകൾ, മണലിൽ കിടക്കുന്ന വ്യക്തിഗത വസ്തുക്കൾ. അവരെ അടക്കം ചെയ്യുന്നത് അതീവ ദുഷ്കരവും വൈകാരികമായി തളർത്തുന്നതുമായ ഒരു ജോലിയായിരുന്നു രക്ഷാസംഘത്തിന്. ഈ 49 പേർ നടത്തിയ യാത്ര നിജറിൽ സ്ഥിരമായി നടക്കുന്നതാണ്. ജോലിക്ക് വേണ്ടി കുടുംബാംഗങ്ങളെ കാണാൻ ലഭ്യമായ ഒരേ ഒരു വാഹനം ട്രക്കുകളാണ്. ഒരേ ദിശയിൽ പോകുന്നവർ ഒരുമിച്ച് ചേർന്ന് പണം സ്വരൂപിക്കുന്നു, ഒരു ട്രക്ക് ഏർപ്പെടുത്തുന്നു, എന്നിട്ട് ദുർഘടമായ യാത്ര തുടരുകയായി. ഓരോ ട്രക്കുകളിലും ഒരേ സമയം 50 മുതൽ 100 പേർ വരെ ഉണ്ടാകും. യാത്രക്കാർ കയ്യിൽ കരുതുന്ന വെള്ളം മാത്രമാണ് ആകെയുള്ളത്. ഷെഡ്യൂൾ ചെയ്ത സ്റ്റോപ്പുകളില്ല, റോഡ് സൈഡ് അസിസ്റ്റൻസ് ഇല്ല, ബാക്കപ്പ് പ്ലാൻ ഇല്ല. ഈ സംഭവത്തിൽ ഇവർ സഞ്ചരിച്ച ട്രക്ക് മാലിയിലെ തൽഹാൻ ടെക്കിൽ നിന്ന് നിജർ അതിർത്തിയിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ അകലെ നിന്ന് ദിവസങ്ങളോളം സഞ്ചരിച്ചു. പക്ഷേ വഴിയിൽ എപ്പോഴോ അത് തങ്ങൾ സഞ്ചരിക്കേണ്ട വഴിയിൽ നിന്ന് വ്യതിചലിച്ചു. എഞ്ചിൻ പൂർണ്ണമായി നിലച്ചു. ഡ്രൈവർ മാത്രമല്ല ട്രക്ക് നന്നാക്കാൻ ശ്രമിച്ചത്, യാത്രക്കാരും ഇറങ്ങി ശ്രമിച്ചു. എല്ലാവരും 50 ഡിഗ്രി ചൂടിൽ തുറന്ന മരുഭൂമിയിൽ തണലില്ലാതെ ശരിയായ ഉപകരണങ്ങളില്ലാതെ ആ എഞ്ചിൻ നന്നാക്കാൻ ഒരുമിച്ച് പണിയെടുത്തു. കാരണം മറ്റൊരു വഴി എന്നത് വരാത്ത മറ്റൊരു ട്രക്കിനായി വെറുതെ ഇരുന്ന് കാത്തിരിക്കലായിരുന്നു. ഡ്രൈവറും സഹായികളും യാത്രക്കാരും ഒരുമിച്ച് പണിയെടുത്തിട്ടും ദിവസങ്ങളോളം ശ്രമിച്ചിട്ടും എഞ്ചിൻ സ്റ്റാർട്ടായില്ല. വെള്ളം തീർന്നു. സൂര്യൻ പക്ഷേ കത്തിജ്വലിച്ചു. ഒടുവിൽ കൂട്ടത്തിൽ നിന്ന് 2 പേർ രക്ഷാമാർഗങ്ങൾ തേടി നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് മുന്നിൽ 2 ദൗത്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഏറ്റവും അടുത്ത് വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക. ദാഹം മാറ്റിയതിന് ശേഷം തങ്ങളുടെ കൂട്ടാളികളെ രക്ഷിക്കാൻ രക്ഷാസംഘവുമായി തിരിച്ചെത്തുക. അടയാളങ്ങളില്ലാത്ത, ദയയില്ലാത്ത മണലിലൂടെ അവർ 50 കിലോമീറ്ററിൽ കൂടുതൽ നടന്നു. തളർന്ന് കടുത്ത നിർജ്ജലീകരണത്തോടെ അവർ അസമാക്കയിലേക്ക് വേച്ചെത്തി വിവരമറിയിച്ചു. രക്ഷാസംഘം ഉടനെ ട്രക്കിനടുത്തെത്തി. ട്രക്കിനടിയിലും ചുറ്റുമായി അവർ കണ്ടത് ഡസൻ കണക്കിന് ജീവനറ്റ ശരീരങ്ങളായിരുന്നു. വീണിടത്ത് തന്നെ ആ മണ്ണിൽ 49 പേരെയും കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കം ചെയ്തു. പക്ഷേ ആ മടക്കയാത്രയിൽ മറ്റൊന്ന് സംഭവിച്ചു. അവർ മറ്റൊരു ട്രക്ക് കണ്ടെത്തി. 60 യാത്രക്കാർ ബാറ്ററി തകരാറിലായി 3 ദിവസമായി മരുഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നു. മാലി അതിർത്തിക്കടുത്തുള്ള ഒരു സ്വർണ്ണഖനന കേന്ദ്രത്തിൽ നിന്ന് വരികയായിരുന്നു അവർ. അതേ മരുഭൂമി, വേറൊരു ട്രക്ക് ഇത്തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ജീവനോടെ. ഈ 49 പേരും യൂറോപ്പിലേക്ക് എളുപ്പവഴി തേടുന്ന മൈഗ്രൻസ് ആയിരുന്നില്ല. അവർ പട്ടിണി മാറ്റാൻ നിജറിൽ നിന്ന് ജോലി തേടി അടുത്തുള്ള രാജ്യമായ മാലിയിലേക്ക് പോയ ആളുകളായിരുന്നു. പെരുന്നാൾ ആഘോഷിക്കാൻ, ബലിപെരുന്നാൾ ആഘോഷിക്കാനായി സ്വന്തം വീടുകളിലേക്ക് തിരിച്ചു വരികയായിരുന്നു അവർ. എങ്ങനെയാണ് ഈ കാലത്തും ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങുന്നവർ മരുഭൂമിയിൽപ്പെട്ട് കൂട്ടമായി, വെള്ളം കിട്ടാതെ കൂട്ടമായി മരിക്കുന്നത്? അതറിയണമെങ്കിൽ നിജറിന്റെ കഥയും കൂടി അറിയണം. സഹാറ ഒരു ബീച്ചല്ല, പോസ്റ്റ് കാർഡുകളിലെ റൊമാൻറ്റിക് ആയ മണൽക്കുന്നുകളുമല്ല. അത് 92 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ പാറയും ചരലും ഉപ്പുപാടങ്ങളും തുറന്ന ശൂന്യതയുമാണ്. അമേരിക്കയേക്കാൾ വലുത്. കൊടുംവേനലിൽ ഉപരിതല താപനില 70 ഡിഗ്രി സെൽഷ്യസ് കടക്കും. നിലത്ത് ഭക്ഷണം പാകം ചെയ്യാൻ മാത്രം ചൂട്. മിനിറ്റുകൾക്കുള്ളിൽ ഒരു മണൽക്കാറ്റ് രൂപപ്പെടാം. കാഴ്ച പൂജ്യമാകാം. കാറ്റ് നിലക്കുമ്പോൾ സമ്പൂർണമായ നിശബ്ദത. പക്ഷേ ആ നിശബ്ദതയിൽ ദിശാബോധവും കൂടി നഷ്ടമാകും. ഈ 49 പേർ മരിച്ച സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പില്ല, എമർജൻസി സുരക്ഷാ സംവിധാനങ്ങളില്ല, കൃത്യമായ റോഡില്ല, മൊബൈൽ ടവർ ഇല്ല, സിഗ്നൽ ഇല്ല. ആ ഭൂമിയിൽ ഒരു ട്രക്ക് കേടായാൽ അത് വളരെ വേഗം ലഭിക്കുന്ന ഒരു മരണശിക്ഷയാണ്. ഏറ്റവും അടുത്തുള്ള പട്ടണമായ അസമാക്കയിൽ ജനസംഖ്യ 365 പേർ മാത്രം. അവിടെ നിന്ന് തെക്കോട്ടുള്ള റോഡ് ഏറെക്കുറെ ഒരു മണൽപാത മാത്രമാണ്.
ഈ മേഖലയിലെ ഒരു ശരിയായ ടാർ റോഡ് നിർമ്മിച്ചത് 1970-കളിലാണ്. യുറേനിയം ട്രക്കുകൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടിയല്ല. ട്രാൻസ് സഹാറ ഹൈവേ, അൽജിയേഴ്സിനെ ലാഗോസുമായി ബന്ധിപ്പിക്കേണ്ട 4600 കിലോമീറ്റർ റോഡ്, അതിന്റെ അർലിറ്റ് അസമാക്ക ഭാഗത്ത് ഈ ദശകം വരെയും ടാർ ചെയ്യാത്ത ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവ് ഇപ്പോൾ മാത്രമാണ് അന്താരാഷ്ട്ര വികസന ബാങ്കുകളുടെ ഫണ്ടിങ്ങിൽ പൂർത്തിയാകുന്നത്. സോ ട്രക്കുകൾ ഇതിലെ നിയമപരമായി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ നിയമപരം എന്ന് വെച്ചാൽ സുരക്ഷിതമെന്നല്ല. നിയമപരം എന്നാൽ പാതി വഴിയിൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്നല്ല. നിയമപരം എന്നാൽ അടുത്ത മനുഷ്യവാസത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ എഞ്ചിൻ നിലച്ചാൽ നിങ്ങളുടെ ഫോൺ വർക്ക് ചെയ്ത് മറ്റുള്ളവരെ വിളിക്കാം എന്നുമല്ല. അഗാദാസ് മേഖല നിജറിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 52%, ഏകദേശം 3,94,000 ചതുരശ്ര മൈൽ. അതിൽ ഏതാണ്ട് മുഴുവനും സഹാറ മരുഭൂമി. ഈ മുഴുവൻ മേഖലയിലും താമസിക്കുന്നത് ഏകദേശം 5 ലക്ഷം പേർ മാത്രം. ചിതറിക്കിടക്കുന്നവർ, കൂടുതലും നാടോടികൾ, വിശാലമായ ശൂന്യതയിലൂടെ ആടുകളെയും ചെമ്മരിയാടുകളെയും ഒട്ടകങ്ങളെയും മേച്ച് ജീവിക്കുന്നവർ. നിജറിന്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് കൃഷിയോഗ്യമായത് ഭൂമിയുടെ 8/1 മാത്രം. എന്നിട്ടും തൊഴിൽ ശക്തിയുടെ 80% ഉപജീവനത്തിന് ആശ്രയിക്കുന്നത് കൃഷിയെയും കന്നുകാലികളെയുമാണ്. അഗാദാസ് മേഖലയിൽ മാത്രം 83.6% ആളുകളും ജീവിക്കുന്നത് ദിവസം $6.85 താഴെ വരുമാനത്തിലാണ്. നിജറിൽ മൊത്തം 1 കോടി ജനങ്ങൾ ജലപ്രതിസന്ധി നേരിടുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ 64% പേർക്കും ശുദ്ധജലം ലഭ്യമല്ല. ക്രമരഹിതമായ മഴ, ഉയരുന്ന താപനില, മരുഭൂവൽക്കരണം, ഇടയ്ക്കിടെയുള്ള വരൾച്ചയും വെള്ളപ്പൊക്കവും. ഇവിടെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഒരു പ്രതിസന്ധിയല്ല, പകരം അതൊരു അവസ്ഥയാണ്. ഈ ലോകത്തിൽ നിന്നാണ് ആ 49 പേർ വന്നത്. അയൽരാജ്യമായ മാലിയിൽ പോയി ജീവിതോപാധി നേടാൻ, സമൂഹങ്ങൾക്കിടയിലൂടെ, മണൽക്കുന്നുകൾക്കിടയിലൂടെ രാജ്യം താണ്ടി ഭക്ഷണം നേടാൻ. നിജർ, മാലി, അൾജീരിയ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സഹലിൽ എന്നും ഒരു ചാക്രിക കുടിയേറ്റം ഉണ്ടായിരുന്നു. ഖനികളിലും കൃഷിയിടങ്ങളിലും നിർമ്മാണ ജോലികളുമായി ഈ രാജ്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന സീസണൽ തൊഴിലാളികൾ, അതിർത്തിക്ക് ഇരുവശവുമായി പരന്നു കിടക്കുന്ന കുടുംബങ്ങൾ, ഈ മേഖലയിലെ എല്ലാ ആധുനിക രാഷ്ട്രങ്ങൾക്കും മുമ്പേയുള്ള അനൗപചാരികമായ വ്യാപാരപാതകളാൽ ബന്ധിക്കപ്പെട്ട സമൂഹങ്ങൾ. അഗാദസ് നിലകൊള്ളുന്നത് പശ്ചിമ മധ്യ ആഫ്രിക്കയിലേക്ക് ആഴത്തിൽ നീളുന്ന ചരിത്രപരമായ വ്യാപാരപാതകളുടെ ഒരു സംഗമസ്ഥാനത്താണ്. കുടിയേറ്റം ഒരു രാഷ്ട്രീയ വാക്കാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഒരു ട്രാൻസിറ്റ് ഹബ്ബായിരുന്ന നഗരം. സോ അടുത്ത ചോദ്യം എന്തെന്നാൽ, ലോകം ഇത്ര പുരോഗമിച്ചിട്ടും 2 രാജ്യങ്ങൾക്കിടയിലുള്ള ഈ അതിർത്തി എങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നു? എങ്ങനെ ചെക്ക് പോസ്റ്റുകളില്ലാതെ, റോഡ് സൈഡ് അസിസ്റ്റൻസുകളില്ലാതെ, മൊബൈൽ ടവറോ ലൊക്കേഷനോ ഇല്ലാതെ എങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നു? ഉത്തരമൊന്നാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലുള്ള അനധികൃതമായ മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം. ഈ യാത്രക്കാരിൽ ചിലർ സീസണൽ തൊഴിലാളികളാണ്, പക്ഷേ വളരെയധികം പേർ കുടിയേറ്റക്കാരാണ്. ലിബിയയിലൂടെയോ അൾജീരിയയിലൂടെയോ വടക്കോട്ട് മെഡിറ്ററേനിയൻ കടലിലൂടെ യൂറോപ്പിലെത്താൻ ശ്രമിക്കുന്നവർ. 2016 ആണ്ടോടെ ഒരൊറ്റ വർഷത്തിൽ 3,30,000 വരെ ആളുകൾ അഗാദസിലൂടെ കടന്നുപോയിരുന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ കരമാർഗ കുടിയേറ്റ പാത. ഈ എല്ലാവരും സീസണൽ തൊഴിലാളികൾ, കുടിയേറ്റക്കാർ, ബന്ധു സന്ദർശകർ, ഇവരെല്ലാം ഉപയോഗിച്ചത് ഒരേ ട്രക്ക് സർവീസുകളായിരുന്നു, ഒരേ വഴികൾ, ഒരേ അനൗപചാരിക ഗതാഗത ശൃംഖല. അവർ വെവ്വേറെ ഒഴുക്കുകളായിരുന്നില്ല, ഒരേ പ്രവാഹമായിരുന്നു. പിന്നെ 2015 അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ട് യൂറോപ്പ് പൊറുതിമുട്ടിയപ്പോൾ അവർ നിജറുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. നിജർ എന്ന രാജ്യത്തിലൂടെ യൂറോപ്പിലേക്കുള്ള അനധികൃത കുടിയേറ്റം അവർ തടയണം. പകരം രാജ്യപുരോഗതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകും. സോ നിജർ കുടിയേറ്റം ക്രിമിനൽ കുറ്റമാകുന്ന ഒരു പുതിയ നിയമം പാസാക്കി. യൂറോപ്യൻ യൂണിയൻ $500 കോടിയിലധികം നിജറിന് കൊടുത്തു. പകരം യൂറോപ്പിന്റെ തെക്കൻ അതിർത്തിയായി മാറി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് നിജർ. ഇവിടെയാണ് കുഴപ്പം സംഭവിച്ചത്. പുതിയ നിയമത്തിനു മുമ്പ് കുടിയേറ്റക്കാരും യാത്രക്കാരും തുറന്നു സഞ്ചരിച്ചിരുന്നു. ലൈസൻസ് ഉള്ള ബസ്സുകളിൽ, അംഗീകൃത വഴികളിലൂടെ പട്ടാപ്പകൽ. നിയമം വന്നതിന് ശേഷം കടത്തുകാർ സഞ്ചാരം രാത്രിയാക്കാൻ തുടങ്ങി. പ്രധാന റോഡുകൾ ഉപേക്ഷിച്ചു, പുതിയ വഴികൾ കണ്ടെത്തി. അടയാളങ്ങളില്ലാത്ത മരുഭൂമിയിലൂടെ, ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് അകലെ, രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളിൽ നിന്നും അകലെ. 2017 ആദ്യ 8 മാസങ്ങളിൽ മാത്രം 1000-ലധികം ആളുകളെ തുറന്ന മരുഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുടിയേറ്റം തടയാൻ റോന്തു ചുറ്റുന്ന പോലീസും സൈന്യവും കണ്ടെത്തി. പക്ഷേ എന്നിട്ടും സഞ്ചാരം നിന്നില്ല. അവരുടെയെല്ലാം കണ്ണുവെട്ടിച്ച് പുതിയ പാതകളിലൂടെ കുടിയേറ്റം തുടർന്നു. ഈദ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ഈ 49 പേരും രാഷ്ട്രീയ അർത്ഥത്തിൽ കുടിയേറ്റക്കാരായിരുന്നില്ല. പക്ഷെ അവർ സഞ്ചരിച്ചത് അതേ ഇരുട്ടിലാണ്ട വ്യവസ്ഥയിലൂടെയാണ്, അതേ നിരീക്ഷണമില്ലാത്ത വഴികളിലൂടെ, മറ്റൊരു വാഹനമാർഗം അവർക്ക് ലഭിക്കാത്തതുകൊണ്ട്. ഓരോ വർഷവും 100 കണക്കിന് ആളുകളാണ് ഈ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നത്. പക്ഷേ ആരും യാതൊരു നടപടികളും എടുക്കുന്നില്ല. കാരണം സഞ്ചരിക്കുന്നതെല്ലാം ദരിദ്രരായതുകൊണ്ട്.